കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 10-ാമത്തെ അധ്യായം വരെ നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വരികയായിരുന്നു. 10-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തോട് നമ്മൾ അടുത്തു വന്നു. അതിൻ്റെ ആ 10-ാമത്തെ അധ്യായത്തിൽ സുവിശേഷീകരണത്തിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ പ്രാധാന്യതയും കുറിച്ച് പൗലോസ് പറയുന്ന ഭാഗമാണ് നമ്മൾ അതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ കാണുന്നത്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നിട്ട് വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടണമെങ്കിൽ ഏതൊക്കെ പടികൾ അതിൻ്റെ പിന്നിലുണ്ടാകണമെന്നുള്ളത് പൗലോസ് പിന്നീട് അവിടെ വ്യക്തമാക്കുകയാണ്. ഒരുവൻ അയക്കണം, അയക്കപ്പെട്ടവൻ ഘോഷിക്കണം, വചനം ഘോഷിക്കണം, വചനം ഘോഷിക്കുന്നത് കേൾക്കണം, കേൾക്കുന്നവൻ ഗ്രഹിക്കണം, ഗ്രഹിക്കുന്നവൻ വിശ്വസിക്കണം, വിശ്വസിക്കുന്നവനെ വിളിച്ചപേക്ഷിക്കണം. ഇത്രയും പടികളാണ് ഒരുവൻ രക്ഷയിലേക്ക് വരുന്നതിന് ഉപാധിയായി പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അയക്കാതെ എങ്ങനെ പോകും? ദൈവസഭ സുവിശേഷീകരണത്തിന് അവരുടെ പ്രതിനിധികളെ അയച്ചിരുന്നതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അയക്കപ്പെടുക എന്നുള്ളതിൻ്റെ വാക്ക് തന്നെ അപ്പസ്തോലൻ എന്നാണല്ലോ. അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. അപ്പോൾ സഭയുടെ അപ്പസ്തോലൻ എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. സഭ ആരെയെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ദൈവവചനം ഘോഷിക്കേണ്ടതിനായി നിയോഗിക്കുന്നെങ്കിൽ, അയക്കുന്നെങ്കിൽ അവനെ സഭയുടെ അപ്പസ്തോലൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കർത്താവ് നേരിട്ട് നിയോഗം കൊടുത്ത് അയക്കുന്നവരെയാണ്, 12 അപ്പസ്തോലന്മാരെയാണ് ശ്രേഷ്ഠ അപ്പസ്തോലന്മാർ എന്ന് തിരുവെഴുത്തിൽ പറയുന്നത്. അപ്പോൾ അയക്കുക, അയക്കപ്പെട്ടവൻ സുവിശേഷം പ്രസംഗിക്കണം. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊക്കെ നമ്മൾ കണ്ടു, ക്രൂസോ എന്നാണ്. പണ്ട് രാജ വിളംബരങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വന്ന് പെരുമ്പറയൊക്കെ അടിച്ച ശേഷം ആളുകൾ കൂടുമ്പോൾ പ്രഖ്യാപിക്കുന്നതിന് പറഞ്ഞിരുന്ന വാക്കാണ് ക്രൂസോ എന്ന വാക്ക്. പ്രഖ്യാപനമാണ്. ഇതാ മഹാരാജാവ് സർവശക്തനായ ദൈവം ഔദാര്യമായി എല്ലാവർക്കും പാപപരിഹാരത്തിനുള്ള ഉപാധി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം. നിങ്ങളിത് ഓർത്ത് നോക്കണം. ഇവിടെ കടമിളച്ച് കിട്ടുന്നു എന്ന് വന്നാൽ സർക്കാർ ഇത്ര നാളായ കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എന്തോ ഒരു സന്തോഷത്തോടെ ആയിരിക്കും നമ്മളത് സ്വീകരിക്കുക. ചിലപ്പോഴൊക്കെ പത്രത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം കൂട്ടത്തോടെ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ വായിക്കുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര ഭാരം തോന്നാറുണ്ട്. ഈ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ജീവൻ ഒടുക്കത്തക്കതുപോലെ അവർ ആ കടഭാരം അവരുടെ ഹൃദയത്തിലും അവരുടെ മനസ്സിലും ഭാരമായിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ കടഭാരം സൗജന്യമായി ഇളച്ചു കിട്ടുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ നാം അതിനെ എത്ര ഹർഷാരവങ്ങളോടുകൂടി സന്തോഷത്തോടുകൂടി ആയിരിക്കും സ്വീകരിക്കുക. ഇവിടെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മഹാപാപങ്ങൾ, ഏത് കൊടിയ പാപമാണെങ്കിലും ഔദാര്യമായി നമ്മോട് ക്ഷമിച്ച് തരത്തക്കതുപോലെ ദൈവം അതിനുള്ള തികവുള്ള ഉപാധി എല്ലാവർക്കും അനുഭവിക്കുവാൻ പാകത്തിന് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ പ്രസംഗത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ അത് കേൾക്കാൻ മനസ്സില്ല,
പ്രസംഗിക്കുന്നവരെ തടയുന്നു എന്നുള്ളത് എത്രയോ ദുഃഖകരമായ കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏതൊരു കടഭാരത്തെക്കാളും ഏറ്റവും വലിയ കടം എന്ന് പറയുന്നത് പാപക്കടമാണ്. ഇവിടുത്തെ കടം പറഞ്ഞാൽ ആളുകൾ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ നേടാൻ കഴിയും? അവരുടെ ഏതെങ്കിലും സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് ജപ്തി ചെയ്തൊക്കെ കുറേയൊക്കെ റിക്കവർ ചെയ്യാൻ കഴിയുമെങ്കിലും അവർ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും സ്വതന്ത്രരാവുകയാണ്. എന്നാൽ പാപഭാരമെന്ന് പറയുന്നത് ഇവിടുത്തെ കടഭാരം പോലെയല്ല. പാപഭാരം, അതിൻ്റെ ശിക്ഷാവിധി വരുവാനുള്ള ജീവിതത്തിലാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് എത്ര ദുഃഖകരമാണ്. അതിൽ നിന്നൊരു മോചനമുണ്ട് എന്നുള്ള ഈ സദ്വർത്തമാനത്തെ എത്ര സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഉണ്ട് ലോകത്തിൽ പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒന്നേ ഉള്ളൂ, സുവിശേഷം. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് ആരും പറയാനിടയാകരുത്. സുവിശേഷം, സത്യവചനം. എന്താ സദ്വർത്തമാനം? സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം സദ്വർത്തമാനം എന്ന ഗുഡ് ന്യൂസ്. വാട്ട് ഇസ് എ ഗുഡ് ന്യൂസ്? ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ന്യൂസ് വൺ ക്യാൻ ഹിയർ ഈസ് ദാറ്റ് ഓൾ ഹിസ് സിൻസ് ആർ ബീയിങ് ഫ്രീലി ഫർഗിവൺ ഇഫ് ഹി പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ ദി പെർഫെക്റ്റ് വേ ഓഫ് സാൽവേഷൻ ഗോഡ് ഹസ് പ്രിപ്പയർഡ് ഫോർ ഹിം. ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തികവുള്ള രക്ഷാമാർഗത്തെ അവന് ഹൃദയപൂർവ്വം വിനയപൂർവ്വം വിശ്വാസത്തോടെ സമർപ്പണത്തോടെ സ്വീകരിക്കുന്നുവെങ്കിൽ അവന് ഔദാര്യമായി അത് ഇളച്ചു കിട്ടുന്നു എന്നുള്ള ആ സദ്വർത്തമാനം, അതിനേക്കാൾ കൂടിയൊരു സദ്വർത്തമാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനില്ലല്ലോ. സ്തോത്രം. പ്രിയമുള്ളവരെ, ആ സദ്വർത്തമാനം ഘോഷിക്കുന്നു. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചുമതലയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. താഴെ അതിൻ്റെ 17-ാമത്തെ വാക്യവും അല്പം വാക്കുകൾ പറയാൻ ആവശ്യമുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നമ്മൾ ആ ഭാഗം ഒരു ആശയത്തിൽ നമ്മൾ ചിന്തിച്ചു. മറ്റൊരാശയം കൂടി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാനങ്ങ് ചിന്തിക്കുക. വിശ്വാസം അത്ഭുതങ്ങളാലും വിശ്വാസം കാണുന്നതിനാലും കാഴ്ച അത്ഭുതങ്ങളാലും വരുന്നു എന്നാണെങ്കിൽ വലിയ അത്ഭുതകരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു സുവിശേഷകൻ ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരിക്കൽ പ്രാർത്ഥനാ സമയത്ത് പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ ഭിക്ഷ യാചിച്ചുകൊണ്ട് മുടന്തനായി അവിടെ ഇരുന്ന ആ മനുഷ്യനെ അവർ സൗഖ്യമാക്കിയപ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്. ആളുകൾ ഓടിക്കൂടി. എന്നാൽ ആ അത്ഭുതം കൊണ്ടല്ല, അതിനുശേഷം അവർ പറഞ്ഞ വചനം കൊണ്ടാണ് അവർ രക്ഷയിലേക്ക് നടത്തപ്പെട്ടത്. അപ്പോൾ അത്ഭുതമെന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കുവാൻ ഉതകുമെന്നുള്ളത് സത്യമാണെങ്കിലും വിശ്വാസമെന്ന് പറയുന്നത് അത്ഭുതത്താലല്ല ഉളവാകുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് അത്ഭുതങ്ങളല്ല. ഇന്ന് പല ആളുകളും നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ അറിയാമല്ലോ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആയിക്കോട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടക്കുക എന്ന് മാത്രമല്ല, ആദ്യ നൂറ്റാണ്ടിൽ ദൈവമക്കൾ ജീവിച്ച പോലെ ജീവിക്കാനും കൂടെ നമ്മൾ തയ്യാറാകണം. ദൈവമക്കൾ ജീവിച്ചതുപോലെ ജീവിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും ദൈവം അയക്കും, തൻ്റെ ഹിതപ്രകാരം അയക്കും. അതുകൊണ്ട് ആ അത്ഭുതങ്ങൾ അങ്ങ് അയക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം രോഗികളങ്ങ് സൗഖ്യമാകുന്നു, ഭൂതബാധയിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു, മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. എങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് അത്ഭുതകരമായിട്ട് നടക്കുകയാണെങ്കിൽ എല്ലാവരും ഇതിൽ വിശ്വസിക്കും. അപ്പോൾ വിശ്വസിക്കുന്നത് ആരെയാണ് വിശ്വസിക്കുന്നത് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതല്ല വിശ്വാസം. മാത്രമല്ല, വിശ്വാസം എന്നുള്ള വാക്ക് പ്രത്യേക അർത്ഥങ്ങളിൽ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണത്തെ വിശ്വാസം എന്ന തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആദ്യ വിശ്വാസം എന്നവിടെ പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. അതുപോലെ തന്നെ യൂദാ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൽ ആകെ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. ആ ലേഖനത്തിൽ യൂദാ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. അതുപോലെ തന്നെ യൂദാ അപ്പോസ്തലൻ എഴുതിയ ആ ലേഖനത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. വചനാനുസൃതമായിരിക്കണം നമ്മൾ ആത്മീയവർദ്ധനവിന് സ്വീകരിക്കുന്ന ഉപാധികൾ എന്നാണ് യൂദാ അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പോൾ അതിവിശുദ്ധ വിശ്വാസം എന്നും ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമെന്നും ആദ്യ വിശ്വാസമെന്നും പറഞ്ഞിരിക്കുന്ന
ആ വിശ്വാസം വിശ്വാസ പ്രമാണമാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ വിശ്വാസ പ്രമാണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് വിശ്വാസ പ്രമാണമാണ്. എന്നാൽ വിശ്വാസം എന്ന വാക്ക് രക്ഷയ്ക്ക് ഉപാധിയാകുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ പ്രമാണമല്ല. വിശ്വാസ പ്രമാണം മനഃപ്പാഠം പഠിച്ചതുകൊണ്ടോ അത് ആവർത്തിച്ചുരുവിട്ടത് കൊണ്ടോ അതിൽ PhD എടുത്തതുകൊണ്ടോ ഒന്നും ആരും രക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ വിശ്വാസം, രക്ഷയ്ക്ക് നിദാനമാകുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവമെന്ന വ്യക്തിയെ വിശ്വസിക്കുകയാണ്. ദൈവമെന്ന വ്യക്തിയെ അത് വചനത്താലാണ് വരുന്നത്, അത്ഭുതങ്ങളാലല്ല. അത്ഭുതങ്ങൾ ആ വചനത്തിലുള്ള വിശ്വാസത്തിലേക്ക് നടത്തപ്പെടുന്നതിൻ്റെ ഒരു ഉപാധിയാകാം. ആളുകൾ ഈ വചനം കേൾക്കുന്നതിന് ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉപാധിയാകാം. അതുകൊണ്ടാണ് നമ്മൾ തിരുവെഴുത്തിൽ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്, അവരുടെ കൈകളാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. മർക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല ഭാഗത്ത് പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ കൈയാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിക്കുന്നതിന് അടയാളങ്ങൾ ഉപകരിക്കുന്നു. വചനം കേൾക്കുവാൻ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിന് വചനം ഉപകരിക്കുന്നു എന്നല്ലാതെ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിന്, വചനം കേൾക്കുവാൻ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിന് അടയാളം ഉപകരിക്കുന്നു എന്നല്ലാതെ അടയാളം കണ്ടിട്ട് വിശ്വസിക്കുന്ന വിശ്വാസം രക്ഷയിലേക്ക് നടത്തുന്നില്ല. അതിനെ തുടർന്ന് നിങ്ങൾ വചനം കേട്ട് വേണം വിശ്വസിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. വചനത്തെ ഉറപ്പിക്കുന്നതിനാണ് അടയാളം. നോക്കണേ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, വചനം കേൾക്കുവാൻ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിന് അടയാളങ്ങൾ ഉപാധിയാകാം. പിന്നെ കേൾക്കുന്ന വചനം ഉറപ്പിക്കപ്പെടുന്നതിന് അടയാളങ്ങൾ ഉപാധിയാകാം. എന്നാൽ അടയാളം കണ്ടിട്ട്, അത്ഭുതം കണ്ടിട്ട് ആ അത്ഭുതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വസിക്കുന്നതെങ്കിൽ ആ വിശ്വാസം ഒരു രക്ഷയിലേക്ക് നയിക്കുമോ എന്നുള്ളത് സംശയാസ്പദമായൊരു കാര്യമാണ്. അതാണ് പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിന് മുതൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. കണ്ടോ, വചനത്തിന് സാക്ഷി നിൽക്കാനാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. വിശ്വാസത്തിൻ്റെ ഉപാധി എന്ന് പറയുന്നത് ദൈവവചനമാണ്. സ്തോത്രം. അപ്പോൾ വിശ്വാസ പ്രമാണം ഇവിടെ നമ്മൾ കാണുമ്പോൾ വിശ്വാസ പ്രമാണം എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ നമ്മളിവിടെ വിശ്വാസത്തെ കാണുന്നത് ഈ 17-ാമത്തെ വാക്യത്തിൽ. കാര്യം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം വിശ്വാസമുളവാകുന്നുള്ള ഒരു ഉപാധിയാണ്, അല്ലാതെ വചനം തന്നെ വിശ്വാസ പ്രമാണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. എബ്രായർ 3:14 ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നു. യൂദാ അപ്പോസ്തലൻ ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസമെന്നും അതിവിശുദ്ധ വിശ്വാസമെന്നും പറഞ്ഞ് അത് വിശ്വാസ പ്രമാണമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗം വിശ്വാസ പ്രമാണമാണ്. എന്നാൽ രക്ഷയ്ക്ക് മുഖാന്തരമാകുന്ന വിശ്വാസമെന്ന് പറയുന്നത് കർത്താവിനെ, ആ വ്യക്തിയെ വിശ്വസിക്കുകയാണ്. അത് ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഫലമാണ്. അത് ഉളവാകുന്നതിന് കാരണം വചനമാണ്. ഈ വിശ്വാസ പ്രമാണം ആ വിശ്വാസത്തിലേക്ക് നടത്തണം. നമ്മൾ വിശ്വസിക്കുന്ന വചനം ആ വിശ്വാസത്തിലേക്ക്, ദൈവത്തെ വിശ്വസിക്കുന്നതിന് ഉപാധിയാകണം. അപ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഓഥർ ആൻഡ് കണ്ടൻറ്റ്, അത് രണ്ടും ക്രിസ്തുവാണ്. എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ഉറവിടം കർത്താവാണ്. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, പ്രവർത്തന പുസ്തകം 14-ാമത്തെ 3-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അപ്പസ്തോലന്മാർ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിക്കുന്നു. എന്നാൽ അവൻ തൻ്റെ കൃപയുടെ വചനത്തിൽ സാക്ഷി നിന്നാണ്. അവനെന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത്. മേളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, കർത്താവാണ് തൻ്റെ കൃപയുടെ വചനത്തിൽ, കർത്താവിൻ്റെതാണ് വചനം, കർത്താവാണ് വചനത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ വചനം എന്ന പ്രയോഗത്താൽ ആ വചനത്തിൻ്റെ ഉറവിടവും വചനത്തിൻ്റെ സന്ദേശവും ക്രിസ്തു തന്നെയാണ്. ആ വചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വചനത്തിൻ്റെ ഉറവിടവും കർത്താവ് തന്നെയാണ്. അതാണ് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം കർത്താവിൻ്റെ സ്ഥാനാപതികളാണ്. വി ആർ ഓൺലി ദ സ്പോക്സ്മെൻ ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ വക്താക്കളാണ് നമ്മൾ.
കർത്താവിൻ്റെതാണ് വചനം. നോക്കണം, ഇച്ചിരി മുമ്പ് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ വിളംബരം വരുന്നു. വിളംബരം രാജാവിൻ്റേതാണ്, ഘോഷിക്കുന്ന ഘോഷകൻ്റേതല്ല. ഘോഷകൻ രാജാവിനു വേണ്ടി അത് പ്രഖ്യാപിക്കുന്നു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷാവചനം പ്രസംഗിക്കുമ്പോൾ കർത്താവാണ് അതിൻ്റെ ഉപജ്ഞാതാവ്, അതിൻ്റെ ഉറവിടമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നതിനെ തടയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തടയുന്നതിന് തുല്യമാണ്, മറന്നു പോകരുത്. അപ്പോൾ തന്നെയല്ല, നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണം നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപപരിഹാരമുണ്ടെന്നും ആ വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടണമെന്നും വിശ്വാസത്തിൻ്റെ അനുസരണം ജീവിതത്തിൽ ഉണ്ടാകണമെന്നും പ്രഘോഷിക്കുമ്പോൾ ആ ഓഫർ കൊടുക്കുന്നത് ഈ പ്രസംഗിക്കുന്നവനല്ല. ദ ഓഫർ കംസ് ഫ്രം ഗോഡ്. ആ വാഗ്ദത്തം കൊടുക്കുന്നത് ദൈവമാണ്. അപ്പോൾ അതിൻ്റെ ഉറവിടം ദൈവമാണ്, ക്രിസ്തുവിൻ്റെ വചനമാണ്. ക്രിസ്തുവിൻ്റെ വചനം, അല്ലാതെ ഈ പ്രസംഗകൻ്റെ വചനമല്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരു പ്രസംഗകനും വലിയ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയാൻ പാടില്ല, ഞാൻ പ്രസംഗിച്ചു, എൻ്റെ പ്രസംഗം. പ്രസംഗം നമ്മുടേതല്ല, വചനം നമ്മുടേതല്ല. വചനം ദൈവത്തിൻ്റെതാണ്. വചനത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. വചനത്തിലെ വാഗ്ദത്തങ്ങൾ നൽകുന്നത് പ്രസംഗകനല്ല, ദൈവമാണ് വാഗ്ദത്തം നൽകുന്നത്. കണ്ടില്ലേ, 2 കൊരിന്ത്യർ 5-20 വാക്യം ആദ്യ ഭാഗമേ ഞാൻ വായിച്ചുള്ളൂ. അത് എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തിരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ പ്രബോധനം, ആ വാഗ്ദത്തം, ഈ ഓഫർ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഞങ്ങൾ വെറും സ്ഥാനാപതികളാണ്, ഞങ്ങൾ വെറും റെപ്രസെൻറ്റേറ്റീവ്സാണ്, ഞങ്ങൾ വെറും വക്താക്കളാണ്. സ്തോത്രം. ഞങ്ങൾ വെറും ദൂതുവാഹികളാണ്. വചനം കർത്താവിൻ്റെതാണ്. അതിന് തെളിവായിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് മാതൃക കാണിക്കാൻ വന്നവനാണല്ലോ. കർത്താവ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം എൻ്റേതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതത്രേ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം എൻ്റേതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതത്രേ. ഞാൻ അവൻ്റെ ഇഷ്ടമാണ് ചെയ്യുവാൻ വന്നിരിക്കുന്നത്. നോക്കണേ, സ്തോത്രം. അത് കർത്താവ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. സ്വതവേ ഞാൻ നിങ്ങളോട് പറയുന്നതല്ല, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കൂ, കർത്താവ് എന്ന് നിസ്സഹായനും ബലഹീനനുമാണ്. അങ്ങനല്ല. കർത്താവ് വക്താവായി നമുക്ക് മാതൃക കാണിക്കുവാൻ ഒരു പ്രസംഗകൻ എങ്ങനെയാണ് അവൻ പ്രസംഗിക്കുന്ന വചനത്തെ കാണേണ്ടത് എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് കർത്താവ് നമുക്ക് മാതൃക കാണിക്കുകയായിരുന്നു. സ്തോത്രം. യോഹന്നൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് കർത്താവ് അത് പ്രഖ്യാപിക്കുന്നുണ്ട്. എൻ്റെ വചനം എൻ്റേതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതത്രേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എന്ന് ഇവിടെ പറയുന്നത്, സ്തോത്രം, അത് ക്രിസ്തു മുഖാന്തരം, ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഞാനൊന്നൊരു വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 7:16. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. നോക്കണേ, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. യേശു കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ഇതല്ല, എന്നെ അയച്ചവൻ്റേത് എന്ന് പറയുമ്പോൾ നമുക്ക് മാതൃക കാണിക്കേണ്ടതിനാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. കാര്യം കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കെ തന്നെ അവിടുത്തെ മനുഷ്യത്വത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിനാൽ നമുക്ക് ചെയ്യാൻ മാതൃക കാണിക്കേണ്ടത് ദൈവാത്മാവിനാലാണ് ശുശ്രൂഷിച്ചത്, ഉപദേശിച്ചത്. കർത്താവ് തന്നെ പറയുക, എൻ്റെ വചനം എൻ്റെ. അതുകൊണ്ട് നമ്മൾ ആരും എൻ്റെ പ്രസംഗം എന്ന് നമ്മൾ ഒരിക്കലും പ്രസംഗിക്കുന്നവന് പറയാൻ പാടില്ല. എൻ്റെ ബൈബിൾ ക്ലാസ്, അയ്യോ പറയരുത്. ചിലപ്പോഴൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ദേവദാസനെ, നിങ്ങൾ അവിടെ എടുത്ത ആ ബൈബിൾ ക്ലാസ് ഞാൻ ടേപ്പ് ചെയ്തായിരുന്നു, ഞാനത് കുറേ പേർക്കൊക്കെ കൊടുത്തോട്ടെ. ഞാൻ പറഞ്ഞു, അയ്യോ അതിന് ഞാനെന്ത് വേണം? എൻ്റേതല്ലല്ലോ വചനം, എൻ്റെ കർത്താവിൻ്റെ വചനമല്ലേ. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറയുന്നതിന് ഞാൻ എന്തു വേണം? അത് നിങ്ങളുടെ അവകാശമല്ലേ, എൻ്റെ വചനമല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചത്. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചതുപോലെ നിങ്ങൾക്കും അത് പ്രസ്താവിക്കുവാൻ അവകാശമുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന്
നമുക്ക് ലഭിക്കുന്ന വചനമെന്നും, 2 ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമെന്നും. അതാണ് ദ ഓതർ ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ ഗോസ്പൽ മെസ്സേജ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്, ഒരിക്കലും ഒരു പ്രസംഗത്തിൻ്റെ വീരസാഹസങ്ങളെയല്ല. ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും കേൾവിക്കാരിൽ ഒരു വിശ്വാസമൊക്കെ ഉണ്ടാകാനായിട്ട് ആ ശുശ്രൂഷകൻ അതിന് മുമ്പ് നടത്തിയ യോഗങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെ വളരെ വളരെ വിവരമായി വളരെ 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 വല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ ആകർഷകമായി അങ്ങ് വിശദീകരിക്കുക. അപ്പോൾ കേൾവിക്കാർ വിചാരിക്കും, ഈ വലിയ ആളാണല്ലോ വന്നിരിക്കുന്നത്, ഈ മനുഷ്യൻ അവിടെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ക്യാൻസർ പോയി, അയ്യോ എൻ്റെ ക്യാൻസർ പോകും ഈ മനുഷ്യൻ. അപ്പം കർത്താവിനെ അങ്ങ് മാറ്റി നിർത്തി ആ വ്യക്തി ഈ ദൈവ പൈതലിനും ദൈവത്തിനും മധ്യത്തിൽ വന്ന് കയറുകയാണ്, ആ ശുശ്രൂഷകൻ വന്ന് കയറുകയാണ്. അങ്ങനല്ല, സ്തോത്രം. ഒരു ശുശ്രൂഷകൻ്റെ ചുമതല വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ്, ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അടിയാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, വിളിച്ചപേക്ഷിക്കുന്ന ഇവർ രക്ഷിക്കപ്പെടുമെന്ന് തിരുവെഴുത്തുണ്ടെങ്കിൽ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നവനെ സ്തോത്രം രക്ഷിക്കുവാൻ സ്തോത്രം ആ വാഗ്ദത്തം തരുന്നത് എൻ്റെ കർത്താവാണ്, എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. കർത്താവ് നമ്മൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. നിങ്ങളത് ഓർത്ത് വയ്ക്ക്, ഒരു ശുശ്രൂഷകൻ്റെ പദവി എത്ര വലുതാണ്. നമുക്കറിയാം, ഇവിടെ ഓരോ പാർട്ടിയുടെ സ്പോക്സ്മാനെന്നും സർക്കാരിൻ്റെ സ്പോക്സ്മാനെന്നും ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പോക്സ്മാനെന്നും ഒക്കെ പറയുമ്പോഴത്തേനും, വക്താവ് എന്നൊക്കെ പറയുമ്പോഴത്തേനും വലിയ പദവി പോലെയാണ്. വേറെ ആർക്കും അതിനെക്കുറിച്ച് പ്രസ്താവിക്കാൻ അനുവാദമില്ല. അവനെ ഹീ ഈസ് ദി ഓതറൈസ്ഡ് പേഴ്സൺ ടു സ്പീക്ക് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആ സർക്കാർ വകുപ്പിനു വേണ്ടി സംസാരിക്കാൻ അധികാരപ്പെടുത്തപ്പെട്ടവൻ അവനാണ്. അത് വലിയൊരു പദവി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൻ്റെ വക്താവായി നിൽക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു പറയുന്നത് എത്രയോ ഉന്നതമായൊരു പദവിയാണ്. ഒരു സുവിശേഷകൻ്റെ വേല, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠമാണ്. അതെ, ദൂതുവാഹിയെ ചിലപ്പോൾ സ്തോത്രം ആളുകൾ എതിർത്തെന്ന് വരാം, പക്ഷേ സ്തോത്രം ദൈവത്തിൻ്റെ വാഗ്ദത്തം സ്ഥിരമായി നിൽക്കുന്നു. അപ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വചനത്തിൽ എന്താ ചെയ്യുന്നത്? വചനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ പാപപരിഹാരയാഗം. സ്തോത്രം. നോക്കണേ, പാപപരിഹാരയാഗമായി തീരുവാൻ തക്കണം അവൻ്റെ യോഗ്യതകൾ. സ്തോത്രം. അവൻ്റെ പൂർണ്ണത, അവൻ്റെ കരുതൽ. സ്തോത്രം. അവൻ്റെ വിശ്വാസയോഗ്യമായ അവൻ്റെ അവസ്ഥ. സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ ഒരു വ്യക്തി വിളിച്ചു പറയുക, അത് കർത്താവിന് വേണ്ടി വിളിച്ചു പറയുകയാണ്. ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ. ഇപ്പോൾ കർത്താവിനെ കുറിച്ച് അതെ, കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഗാഡ് ഈസ് മാനിഫെസ്റ്റിംഗ് ഹിംസെൽഫ്. ഇറ്റ് പ്ലീസസ് ഗോഡ്. നിങ്ങൾ ഓർത്ത് നോക്കണേ, നമ്മളാരും നമ്മളെ തന്നെ പരിചയപ്പെടുത്താനായിട്ടൊന്നും നമ്മൾ മുതിരുകയില്ല. ചിലപ്പോഴൊക്കെ ചില പ്രത്യേക സോഷ്യൽ ഈവൻറ്റ്സൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കുറവാണ്, സോഷ്യൽ ഈവൻറ്റ്സൊക്കെ വരുമ്പോൾ വെല്ലുവിളികളൊക്കെ വന്നിങ്ങനെ നിൽക്കുക. അവിടെ ഒരു 10-15 പേര് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ വന്നിട്ടുണ്ട്. അവർ വന്നിരിക്കുമ്പം ഓരോരുത്തർ കാലും ഒക്കെ കയറ്റി വെച്ചിട്ട് ഇപ്പം പിന്നെ മൊബൈലെ കളിച്ചോണ്ടിരിക്കുക, മൊബൈലിൽ നോക്കിയിട്ടിരിക്കുക. ഓരോരുത്തരുടേതായ മേഖലയിൽ ഇങ്ങനെ ഇരിക്കുക. തൊട്ടടുത്തിരിക്കുന്നവൻ ആരാണെന്നൊന്ന് നോക്കാൻ പോലും ചിലപ്പോൾ നോക്കിയാൽ ഐ ആം സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് അങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തണ്ടേ അത് അദ്ദേഹത്തിന്. അപ്പം വേറെ ഒരാൾ വന്ന് എന്നെ പരിചയപ്പെടുത്താതെ ഞാൻ എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തുകയില്ല. അതൊക്കെ നമ്മളുടെ ആ ഈഗോയാണ്. എന്നാൽ ഇവിടെയാണ് എൻ്റെ കർത്താവ് സ്തോത്രം നമുക്ക് തന്ന ഹല്ലേലൂയ ഏറ്റവും വലിയ ഔദാര്യം. കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തും. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ക്രിസ്തു താൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സ്തോത്രം. ഈ വെളിപ്പാടിനെ നമ്മൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും നാം വിശ്വസിക്കുകയും വായ് കൊണ്ടേറ്റ് പറയുകയും ചെയ്താൽ സ്തോത്രം അവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചില വസ്തുതകളല്ല വിശ്വസിക്കുന്നത്, ദൈവമെന്ന വ്യക്തി. അപ്പോൾ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുതകൾ, ദൈവിക വെളിപ്പാടുകൾ വിശദീകരിക്കപ്പെടുമ്പോൾ, പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ വസ്തുതകൾ, ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു.
അതെ, വിശ്വാസയോഗ്യമാണ്, ഇത് സത്യമാണ്, ഇത് ചരിത്രത്തിലും തെളിയിക്കപ്പെട്ടതാണ്. എല്ലാ നിലയിലും ദൈവവചനത്താൽ സ്തോത്രം യുക്തികരമായി ചരിത്രത്തിൽ എല്ലാം വസ്തുനിഷ്ഠമായ സ്വർഗീയ സത്യങ്ങളാണിവ എന്നുള്ള തിരിച്ചറിവ് ഒരുവനിലുണ്ട്. അതാണ് വചനം ഗ്രഹിക്കുന്നു. വചനം ഗ്രഹിക്കുമ്പോൾ സ്തോത്രം, അപ്പോൾ അയക്കപ്പെട്ടവൻ പ്രസംഗിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, കേട്ടവൻ ഗ്രഹിക്കുന്നു, ഗ്രഹിക്കുന്നവൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കർത്താവേ, അടിയൻ അങ്ങയെ വിശ്വസിക്കുന്നു. സ്തോത്രം. ഈ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഞാൻ ഇൻ്റലക്ച്വലി അപ്രൂവ് ചെയ്യുന്നു എന്നല്ല, മനസ്സുകൊണ്ട് ഞാനിതിനെ അംഗീകരിക്കുന്നു എന്നല്ല, ഹൃദയം കൊണ്ട് അടിയാൻ ദൈവമേ അങ്ങയെ വിശ്വസിക്കുന്നു. സ്തോത്രം. അതെ, അങ്ങ് വിശ്വാസയോഗ്യനാണ്, അങ്ങ് തന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അത് വിശ്വസിക്കുവാൻ, കർത്താവിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയതോർത്ത് ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരത്ഭുതം നടന്നായിരുന്നു ഞാൻ വിശ്വസിക്കാമായിരുന്നു എന്നപോലെ നിങ്ങളിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ വെറും ഒരു അത്ഭുതം കണ്ടതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ അല്ല, പാപപരിഹാരം വരുത്തിയ കർത്താവായ ക്രിസ്തുവിൻ്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക. വചനം പ്രസംഗകൻ്റേതല്ല, വചനം ദൈവത്തിൻ്റേതാണ്. വചനത്തിലെ വാഗ്ദത്തം പ്രസംഗകൻ തരുന്നതല്ല, വചനത്തിലെ വാഗ്ദത്തം ദൈവം തരുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രസംഗകൻ വചനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വചനം എന്ത് വാഗ്ദത്തം തരുന്നു അതുമാത്രം. സകല രോഗവും ദൈവം സൗഖ്യമാക്കുന്നു, വചനത്തിലുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. വചനത്തിലെ വാഗ്ദത്തങ്ങളാണ് ഒരുവൻ പറയേണ്ടത്. സ്തോത്രം. അതെ, നാം കർത്താവിൻ്റെ വക്താക്കളായി നിൽക്കുവാൻ ഞങ്ങളെ കേൾക്കുന്ന സൗകര്യങ്ങളെ, സ്തോത്രം, നിങ്ങളുടെ സ്നേഹിതരോട്, നിങ്ങളുടെ പരിചയക്കാരോട്, നിങ്ങളുടെ ബന്ധുക്കളോട് ഹൃദയപൂർവ്വം ഈ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പാപപരിഹാരത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന തികവുള്ള വഴിയെക്കുറിച്ച് നിങ്ങൾ സ്നേഹപൂർവ്വം വിശദീകരിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതേ, സുവിശേഷീകരണത്തിൻ്റെ ഗൗരവമാണ് നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. അതിന് സർവ്വകൃപാലുവായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സ്തോത്രം. കർത്താവിനെ വിശ്വസിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. സ്തോത്രം. ആ വിശ്വാസത്തിൻ്റെ അനുസരണം നമ്മുടെ ജീവിതത്തിലുണ്ടായി. സ്തോത്രം. കർത്താവിനായി സമർപ്പിക്കപ്പെട്ട് നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പച്ചാ, അങ്ങ് തന്നെയാണല്ലോ സുവിശേഷത്തിൻ്റെ ഉറവിടം. സുവിശേഷം അങ്ങയെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടാണല്ലോ. ഞങ്ങൾ വെറും വക്താക്കളാണ്. കർത്താവ്, വക്താക്കളാകുന്ന ഞങ്ങൾ, കർത്താവേ സ്തോത്രം, അതിന് സാക്ഷികളായി നിൽക്കുമ്പോൾ അങ്ങ് തന്നെ ജനഹൃദയങ്ങളോട് ഇടപെടുകയും, കർത്താവെ സ്തോത്രം, തിരുമേനി അവരിൽ രൂപാന്തരം വരുത്തുകയും അങ്ങയെ വിശ്വസിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് കൃപ നൽകുകയും ചെയ്യണമേ. കർത്താവെ, വക്താക്കളായി നിൽക്കുന്നതിൽ ഞങ്ങൾ ഉദാസീനപ്പെടുവാനിടയാകാതെ ഉത്സാഹത്തോടെ, ഉദാസീനതയില്ലാതെ അങ്ങയുടെ വചനം സ്നേഹത്തോടെ മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ, വെളിപ്പെടുത്തി കൊടുക്കുവാൻ കൃപ നൽകണമേ. കേൾവിക്കാരായ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.